ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്ധം സംസാരിണം കരുണയാകപുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശൃണ്വതാം സ്വഗതാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹ്യഭദ്രാണി വിനോദി സുഹൃത്സദാ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതീം നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കഥഞ്ജന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുഖരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മള് കഴിഞ്ഞ ദിവസം 33-ാമത്തെ ശ്ലോകം വരെ എടുത്തു എന്ന് തോന്നുന്നു, 33 വരെ. അപ്പൊ നമ്മള് ആ ദിവസം നമ്മള് ഭഗവാന്റെ 3 ശക്തികളെ കുറിച്ചും അതുപോലെ എക്സ്പാൻഷനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? ഭഗവാൻ സാധാരണ ആൾക്കാർ, ഈ ലോകത്തിൽ വരുന്നവര്, ഈ ലോകത്തിലുള്ളവര് അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയിലുള്ളവരുണ്ട്, അതുപോലെ ആത്മീയ ലോകത്തിലുള്ളവരുണ്ട്. പല 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 ജീവജാലങ്ങൾ പലതായിട്ടുണ്ട്. അപ്പൊ ഇവരെയൊക്കെ ഞാൻ 3 പേര് പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ആ ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. ഏതെങ്കിലും മാതാജിമാർക്കോ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പ്രഭുസിന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? 3 പേര് ഞാൻ പറഞ്ഞിരുന്നു സാധാരണയായിട്ട്. എങ്ങനെയൊക്കെയാണ്? ബദ്ധാത്മാക്കളെ പാർഷദന്മാർ, അതാണോ മാതാജി? താങ്ക് യു മാതാജി, വെരി ഗുഡ്. അത്ര ഓർമ്മയുണ്ടല്ലോ മാതാജി, വളരെ സന്തോഷം. മുക്താത്മാക്കളും ബദ്ധാത്മാക്കളും അതുപോലെ എന്താണ് പാർഷദന്മാർ. അപ്പൊ മുക്താത്മാക്കൾ ആരാണ് മാതാജി, പറയാമോ? മുക്താത്മാക്കള് പിന്നെ ഈ ഭൗതികമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഭൗതികതയിലേക്ക് വരേണ്ട ആവശ്യം അവർക്കില്ല. പക്ഷെങ്കിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ടാലോ, ഭഗവാന് സേവ ചെയ്യേണ്ടി വന്നാലോ, അല്ലെങ്കിൽ അവരിവിടെ വന്നാലും അവരൊക്കെ അതൊന്നും പ്രശ്നമാകുന്നില്ല, അല്ലെ? മുക്താത്മാക്കളാണ്. പിന്നീട് നിത്യബദ്ധരാരാണ്? അത് ഈ മൊത്തം ഭൗതികത്തിൽ കിടന്ന്, അതെ, ഭൗതികം മാത്രമേ ഉള്ളവർക്ക്.
അതിനകത്തുള്ള അവര് അവരെ എന്താണ് അവരുടെ ആഗ്രഹം കൊണ്ട് അവരെ ഭൗതികതയിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, അവരെ പറഞ്ഞു വിടുന്നത് എങ്ങനെയാണ്? ബ്രഹ്മസ്ഥാനം കൊടുത്ത്, ബ്രഹ്മാവിന്റെ സ്ഥാനം കൊടുത്താണ് അവരിങ്ങോട്ട് വരുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് അവര് തന്നെ വീണ്ടും വീണ്ടും കോടാനുകൂടി ജന്മങ്ങൾ എടുത്തെടുത്ത് ഇവിടങ്ങ് ആൾക്കാരെ കൊണ്ട് നിറയ്ക്കുകയാണ് അല്ലെ. അങ്ങനെ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ഭൗതികതയിൽ എന്നാണ് വന്നതെന്ന് അവർക്കറിഞ്ഞൂടാ. ഇവിടെ തന്നെ അങ്ങ് സ്ഥിര താമസമാക്കിയിരിക്കുകയാണ്. പോകാൻ ഒട്ടും താല്പര്യമേ ഇല്ല അങ്ങനെയുള്ളവര്. പക്ഷെ പിന്നെ അവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഏതെങ്കിലും സമയത്ത് അവർക്ക് പോകാം. എങ്ങനെ? അവരിച്ഛിക്കണമെങ്കിൽ പരിശ്രമിച്ചിട്ട് അവർക്കൊരു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ളൊരു സാഹചര്യം അവർക്ക് ലഭിക്കണം. ആരെ കിട്ടണം അപ്പോഴേ? അവർക്ക് ഗുരുക്കന്മാരെ കിട്ടി. ആ ഗുരുവിനെ എന്താണ് പൂർണ്ണമായും വിശ്വസിക്കണം. നമുക്ക് എല്ലാവർക്കും ഗുരുക്കന്മാരെ കിട്ടിയാലും ആ പൂർണ്ണ വിശ്വാസം വരണം. വിശ്വാസം വന്നിട്ട് എനിക്ക് തിരിച്ചു പോകണം എന്ന ചിന്ത എടുക്കണം. അതിനപ്പോ കോടാനുകൂടി ജന്മങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചേരുന്നത്. അതെ. പിന്നെ പാർഷദന്മാര് ഭഗവാന്റെ കൂടെ ജീവിക്കുന്നവര്, ഭഗവാന്റെ കൂടെ തന്നെ ഉള്ളവരെയാണ് പാർഷദരെന്ന് പറയുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാമോ? ഭഗവാന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. ഭഗവാന്റെ യാത്രയിൽ എപ്പോഴും കൂടെ കൊണ്ടുപോകുന്ന ആരാണ്? വിളിക്കും. ഭഗവാൻ പോകണമെങ്കിൽ എന്താണ്? ഗജേന്ദ്രന് മോക്ഷം കൊടുക്കാൻ നേരത്ത് ആരെയാ വിളിച്ച്? ഗരുഡൻ വന്നു അല്ലേ? ഗരുഡൻ വന്നു അല്ലേ? ഗരുഡന് വേഗത പോരായെന്ന് തോന്നിയിട്ട് ഭഗവാൻ ഓടി എന്ന് പറയുന്നു അല്ലേ? അപ്പൊ ഗരുഡൻ വന്നു. അതുപോലെ ഭഗവാന്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെയുള്ളവരുണ്ട്. വേറെ ഒരു എക്സാമ്പിൾ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറയാൻ കഴിയും. ആരാണ്? വിശ്വക്സേനൻ. അങ്ങനെ ഇതുപോലെ പിന്നെ ആൾക്കാരുണ്ട്. അപ്പൊ ഭഗവാനോടൊപ്പം തന്നെ കഴിയുന്നവർ, അവർക്ക് പിന്നെ മാറ്റമില്ല. അവരൊരിക്കലും പാർഷദരാണ്. അവർക്ക് ആ രൂപവും കിട്ടും. എപ്പോഴും ഭഗവാനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പലതായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ഭഗവാൻ തന്നെ യഥാർത്ഥത്തിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ പ്രത്യേകമായിട്ട് എടുത്ത 3 അമ്മമാരാരൊക്കെയാണ്? ആരുടെ മകനായിട്ടാണ് ഭഗവാൻ ആദ്യം കാരുണ്യത്തോട് അവതരിക്കുന്നത്? എല്ലാം കാരുണ്യത്തോടെ തന്നെയാണ് ഭഗവാന്റെ അവതാരം. എന്നാലും ആരുടെ മകനായിട്ടാണ്? ഭഗവാൻ ആദ്യമേ വൃഷ്ണിഗർഭനായിട്ടാണ് ഭഗവാൻ വരുന്നത്. ഒന്നാമത്തെ മത്സ്യാവതാരം അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ സ്വന്തം വരവിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. വൃഷ്ണിഗർഭനായിട്ട് ആരുടെ മകനായിരുന്നു? പ്രജാപതിയായ സുതവയുടെയും വൃഷ്ണിയുടെയും മകനായിട്ട് അദ്ദേഹം അവതരിച്ചു ആദ്യം. അവര് തന്നെയാണ് പിന്നെ ആദിതിയായിട്ടും കശ്യപനായിട്ടും വരുന്നത്. ആര്? വാമനൻ അവതാരത്തിൽ അല്ലെ? പിന്നീട് സത്യയുഗമായപ്പോൾ പിന്നീട് ആര്? ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി കൃഷ്ണനായിട്ടും വരുന്നുണ്ട്. അപ്പൊ ഭഗവാൻ അനേകം എത്ര എണ്ണിയാൽ തീരാത്ത രീതിയിലുള്ള അവതാരങ്ങൾ ഭഗവാൻ എടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ? വാട്ടർഫോൾസ് പോലെയാണ്, ജലം എന്താണ് വെള്ളച്ചാട്ടം പോലെയാണ് ബ്രഹ്മാണ്ടങ്ങളെ മൊത്തം നോക്കുമ്പോൾ ഭഗവാൻ വരുന്നത്. നമ്മള് ഇവിടെ പഠിച്ചു, ഭാഗവതത്തിൽ തന്നെ 2-ാം അധ്യായത്തിൽ പഠിച്ചു അല്ലെ? അപ്പൊ അങ്ങനെ ഭഗവാൻ വരുന്നുണ്ട്. അതിൽ ഭഗവാൻ ഏത് തരത്തിലുള്ള രൂപം വേണോ ഭഗവാൻ അത് സ്വീകരിക്കുന്നു. എന്താണ് ഭഗവാന്റെ ശക്തികൾ എന്തൊക്കെയാണ്? ഭഗവാൻ എങ്ങനെയാണ്? നമ്മളെ പോലെയാണോ ഭഗവാന്റെ രൂപം? ഭഗവാൻ എങ്ങനെയുള്ള രൂപമാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്? ഏത് രീതിയിലുള്ളതാണ്? നമ്മുടെ പഞ്ചഭൂതാത്മകമായ ശരീരം. ഭഗവാന്റേതോ? സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ അല്ലെ? ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായിട്ടാണ് വരുന്നത്. എന്തിനാ വരുന്നത്? തസ്മാത് ഏകേന മനസാ ഭഗവാൻ സത്വതാമ്പതി. ആ ഭഗവാനെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. വിത്ത് 1 pointed attention, ഒരേ ഒരു ശ്രദ്ധയോടുകൂടി. അതാണ് തസ്മാത് ഏകേന മനസ്സ. ആ ഒരു സമയത്താണ് നമുക്ക് ഭഗവാൻ ശരിക്കും ഉണ്ട്, ഭഗവാനുണ്ട് എന്നുള്ള ആ മനസ്സിൽ നമുക്ക് വിളയാടുന്നത്. ആ ഏകേന മനസ്സ എന്നുള്ളത് നമ്മൾ പ്രത്യേകം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ് പറയുന്നത്.
ഇവിടെയും ഭഗവാൻ എപ്പോഴത്തും ഉണ്ട്, ഭഗവാൻ എവിടെയും ഉണ്ട്. പക്ഷേ നമ്മളെ വിത്ത് 1 പോയിന്റഡ് അറ്റൻഷൻ നമ്മൾ ഭഗവാനെ കാണാനായിട്ട് ശ്രമിക്കണം. തസ്മാത് ഏകേന മനസ്സ്, അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഭഗവാൻ സത്യദമ്പതി എങ്ങനെയാണെന്ന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ചകോരപ്പക്ഷി എങ്ങനെയാണോ അതിന്റെ വീക്കും ഓപ്പൺ ചെയ്തുകൊണ്ട് മഴയ്ക്കായി കാത്തിരിക്കുന്നത്, അതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ഭാവം ഉണ്ടായിരിക്കണം. നാം കൃഷ്ണ കൃപയ്ക്കായി കാത്തിരിക്കണം. നമ്മളെ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ മനസ്സിൽ ഒന്നേ ഉണ്ടാകാവൂ, എന്താണ്? വിത്ത് 1 പോയിന്റഡ് അറ്റൻഷൻ, അത് കൃഷ്ണ കൃപയായിരിക്കണം എന്ന് നമ്മളെ മനസ്സിൽ കുറിച്ചിടണം. അതാണ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനത്തെക്കുറിച്ചും യദുവംശത്തിന്റെ അന്ത്യത്തെക്കുറിച്ചും അർജുനൻ പറഞ്ഞത് യാദൃച്ഛമായി ശ്രവിച്ചിട്ട് കുന്തിദേവി ആ പൂർണ്ണ ഏകാഗ്രതയോടെ, എന്തെല്ലാം കഷ്ടതകളാണ് കുന്തിദേവി അനുഭവിച്ചിട്ടുള്ളത്, ഏതെല്ലാം രീതിയിലുള്ള സ്വന്തം മക്കൾ കഷ്ടപ്പെടുന്നത് കണ്ട് എന്തെല്ലാം പ്രയാസങ്ങൾ എന്ന് വെച്ചാൽ പാണ്ഡുവിനോടൊപ്പം തിരിച്ചു പോകേണ്ടിയിരുന്ന, എന്ന് വെച്ചാൽ പാണ്ഡുവിനോടൊപ്പം ആ ഒരു അഗ്നിച്ചാട്ടം ചെയ്യേണ്ടിയിരുന്ന കുന്തിദേവി പോകാതെ നിന്നുകൊണ്ട് തന്റെ മക്കളെ വളർത്തി പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടി എന്തെല്ലാം കഷ്ടതകളാണോ അവരനുഭവിച്ചത്. പക്ഷേ അതിനപ്പുറം അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്തേ? 1 പോയിന്റഡ് അറ്റൻഷൻ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നീട് നമ്മൾ ഇനി 34-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. ശ്ലോകം നമ്പർ 34. യയാഹരത്ഭുവോ ഭാരം താം തനും വിജഹാവജഹ കണ്ടകം കണ്ടകേനേവ ദ്വയം ചാപീശിതു സമം. യയാഹരത്ഭുവോ ഭാരം താം തനും വിജഹാവജഹ കണ്ടകം കണ്ടകേനേവ ദ്വയം ചാപീശിതു സമം. യയാ അഹരത് ഭുവ ഭാരം താം തനും വിജഹൗ അജ. വിജഹാവജ എന്നുള്ളതിനെ പിരിക്കുമ്പോ വിജഹൗ അജ. അജഹ അജ പോരാ, അജഹ വേണം. വിജഹൗ അജഹ കണ്ടകം കണ്ടകേനേവ. കണ്ടകേന ഏവ, കണ്ടകേന പ്ലസ് ഈവ, അപ്പോഴാണ് കണ്ടകേനേവ എന്ന് പറയുന്നത്. കണ്ടകം കണ്ടകേന ഇവ ദ്വയം ച അപി ഈശിതു സമം. ഇത്രയും വാക്കുകളാണുള്ളത്. യയ എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ അഹരത്, അഹരത് എന്ന് വെച്ചാൽ എടുത്തു കളയുക. അഹരത് ഭുവ ഈ ലോകത്തിന്റെ, ഭാരം താം അത്, തനും ഈ ശരീരം, വിജഹൗ പരിത്യജിച്ചു, അജഹ അജനായ ജനനമില്ലാത്തവനായ, കണ്ടകം കണ്ടകം എന്ന് പറഞ്ഞാൽ മുള്ള്, കണ്ടകേന മുള്ളുകൊണ്ട്, ഇവ പോലെ, ദ്വയം രണ്ടും, ച അപി എങ്കിലും, ഈശിതു കൺട്രോൾ ചെയ്യുന്നു, സമം ഒരുപോലെ. കണ്ടകം കണ്ടകേനേവ ദ്വയം ചാപീശിതു സമം. യയാഹരത്ഭുവോ ഭാരം താം തനും വിജഹാവജഹ കണ്ടകം കണ്ടകേനേവ ദ്വയം ചാപീശിതു സമം. അവിടെ പറഞ്ഞിരിക്കുന്നത് യയാഹരത്, എപ്രകാരമാണോ ഇപ്പം അജനായ ഭഗവാൻ യദുവംശ കുലജാതരെ, യദുവംശത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ആൾക്കാരെ അവരുടെ ശരീരങ്ങൾ പരിത്യജിക്കുവാൻ കാരണഭൂതനാവുകയും അപ്രകാരം അദ്ദേഹം ഭൂഭാരം ലഘൂകരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ട്രാൻസ്ലേഷൻ പർപ്പസ് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ സ്വന്തമായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല. എല്ലാം ആരിൽ നിന്നാണ്? മറ്റുള്ള ഭക്തന്മാരിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ ആ ഭക്തന്മാരിൽ നിന്ന് കിട്ടിയത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു വാക്ക് നമുക്ക് പറയാൻ കഴിയുന്നെങ്കിൽ അത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് മാത്രമാണ്. അപ്പം ഓരോ കാര്യങ്ങളും, ഓരോ വാക്കും അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണങ്ങളോ എന്ത് തന്നെ ആയാലും നമ്മളുടെ സ്വന്തമായി നമ്മൾ ഒന്നും തന്നെ ഇല്ല, നമുക്കതൊന്നും പറയാനൊട്ട് കഴിവുമില്ല എന്നുള്ളത് നമ്മളെ ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അത് ആ ഒരു ഇത്
നമ്മൾ ഒരു വ്യവസായാത്മിക ബുദ്ധി ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇതിൽ കൂടി എനിക്ക് പോകണം. ദോസ് ഹു ആർ ഓൺ ദ പാത്ത് ഓഫ് റെസല്യൂട്ട്, ആ ഒരു പാത്ത് ഓഫ് ഡിവോഷണൽ സർവീസ് അതെന്റെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാല് ഭഗവാനാണ് അവരെ കൊണ്ടുവന്നത്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് അവര് വന്നത്. അപ്പൊ നമുക്ക് ഡൗട്ട് തോന്നും, എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നത്? അപ്പൊ അതൊക്കെ നമുക്ക് ഒരു ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമെന്ന് പറയണം. പക്ഷെ അതറിയാൻ നമുക്ക് അതിനുള്ള ബുദ്ധി നമുക്ക് ഇല്ല എന്നുള്ളതാണ്. യസ്മിൻ വിജ്ഞാതേ സർവമേവം വിജ്ഞാനം ഭവതി. ഏതൊന്ന് അറിഞ്ഞാലാണോ പിന്നൊന്നും അറിയേണ്ടത്. പക്ഷേ അത് നമുക്ക് അതിനുള്ള കഴിവ് എന്നെ പോലുള്ളവരുടെ ബുദ്ധിക്ക് ഇല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളത്. അപ്പൊ അത് ആ പരമാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചെയ്തികളെ കുറിച്ച് ഭഗവാൻ എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത്, അവരെ തിരിച്ചു കൊണ്ടുപോകാൻ ഭഗവാൻ വിഷമിച്ചത് എന്തിനാണ്, ഇതൊക്കെ നമുക്കൊരു അതിശയകരമായ കാര്യമായിട്ട് തോന്നും. അതിനാണ് ഭഗവാനെ, അങ്ങനെയുള്ള ഭഗവാൻ വന്നപ്പോൾ യതികുലത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്നതാണ്. അവരുടെ ശരീരങ്ങൾ പരിത്യജിക്കാൻ കാരണഭൂതനായി തീർന്നതും ഭഗവാൻ തന്നെയാണ്. അത് എന്തിനു വേണ്ടിയായിരുന്നു? ഭൂഭാരം ലഘൂകരിക്കുന്നതിന് വേണ്ടി ആയിരുന്നു. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നേക്കുന്നു. എന്തിനാണ്? ആ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് പോലെയായിരുന്നു. പക്ഷേ ഈ രണ്ടും ഭഗവാൻ ഒരുപോലെ തന്നെയാണ് എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പം ഒരു മുള്ള് കാലാൽ കൊണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പിൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മുള്ളു കൊണ്ടോ അതിനെ കുത്തിയെടുക്കുന്നത് പോലെ ഇവിടെ ഭഗവാൻ കൊണ്ടുവന്ന ആൾക്കാരെ ഭഗവാൻ തന്നെ തിരിച്ചു കൊണ്ടുപോയി എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കുരു ജാംഗല പാഞ്ചാലാൻ സൂരസേനാൻ സയാമുനാൻ. മാതാജി എന്ത് വായിക്കുന്നേ? മാതാജി എന്ത് വായിക്കുന്നേ? 34. ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ മാതാജി? ശ്ലോകം വായിക്കാനല്ലേ മാതാജി? ശ്ലോകം ഏത് ശ്ലോകം ഞാൻ വായിച്ചേ? 34. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും പുസ്തകം എടുത്തവരുണ്ടോ? വായിക്കും. മാതാജി വായിച്ചത് തെറ്റി, അതൊക്കെ കഴിഞ്ഞതാണ്. ഞാൻ വായിക്കട്ടെ മാതാജി? വായിക്കും പ്രഭു. എന്താ? ശ്ലോകം 34. യയാഹരത് ഫാരം താം താനും വിജഹാവജാം കണ്ടകം കണ്ടകേനവ ദ്വയം ചാപി ഈശ്വതു സമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. കണ്ടകം കണ്ടകേനേവ ദ്വയം ചാപീശിതു സമം. വേറെ ഒരാളൂടെ വായിച്ചോളൂ. ശ്ലോകം എത്രാമത്തെ മാതാജി? 34. 36. വായിക്കും മാതാജി. ഓ നമോ ഭഗവതേ വാസുദേവായ. യയാഹരദ്ഭുവോപാരം താം ധനും വിജഹാവജഹ കകം കേനേവ ദ്വയം ചാപീശിതു സമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. വിവർത്തനത്തിൽ നമ്മള് ഒരു മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്നത് പോലെ ഭഗവാൻ അവരെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളത്. നമ്മുടെ ജനനവും മരണവും അതിനെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതിന്റെ നിയമം എന്താണ്? നമ്മുടെ ജനനം എങ്ങനെയാണ്, നമ്മുടെ മരണം എങ്ങനെയാണ്, ഇതേ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പക്ഷേ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് നമ്മൾ ജനിക്കുന്നതും നമ്മൾ മരിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഭഗവാന്റെ വരവ് എങ്ങനെയാണ്, ഭഗവാന്റെ പോക്ക് എങ്ങനെയാണ്, ഇത് രണ്ടും നമ്മൾ അറിയണം. ഭഗവാന്റെ വരവെന്ന് പറയുന്നത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുഷ്ഠാനപ്പെടുത്തിയാണ്, ഇച്ഛയ്ക്ക് അടിസ്ഥാനമായിട്ടാണ് ഭഗവാൻ വരുന്നതും പോകുന്നതും. ഭഗവാനെ ചെന്ന് കണ്ട് ഭഗവാന്റെ മക്കളായ നമ്മൾ ആൾക്കാർ ചെന്ന് കണ്ടിട്ട് കഷ്ടതകൾ ഇവിടെ പ്രയാസങ്ങൾ കൂടി വരുമ്പോൾ, ഒരു രീതിയിൽ നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ, ഇപ്പം ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു ലീഡറിനെ എടുക്കും. ആ ലീഡർ ക്ലാസ്സിനെ അടിച്ചമർത്തി ഇരുത്താൻ ആവുന്നത് നോക്കും. പക്ഷേ ആ കുട്ടികളെല്ലാം വലിയ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ഉടനെ ടീച്ചറിനെ പോയി കണ്ടിട്ട് വരം പറയുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ആകുന്നത് ആ സമയത്തുള്ള ബ്രഹ്മാവ്, അതുപോലെ
ആ ഭരണ സംവിധാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദേവന്മാരെല്ലാവരും ഭൗതിക പ്രകൃതിയിലുള്ള പ്രശ്നങ്ങളെ അടിച്ചമർത്തി നിർത്താനായിട്ടുള്ളതൊക്കെ ശ്രമിക്കും. പക്ഷേ ഇതൊന്നും സാധ്യമല്ലാതെ വരുമ്പം ഭൂമിദേവിയും അതുപോലെ ദേവന്മാരും ഭഗവാൻ ശിവനും ഒക്കെ കൂടി എവിടേക്ക് പോകും? അങ്ങ് ഭഗവാന്റെ അടുത്തേക്ക് പോകും. അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഭഗവാൻ അത് ഉടനെ തന്നെ മനസ്സിലാക്കുകയും ഭഗവാന്റെ ഇച്ഛയ്ക്ക് അടിസ്ഥാനമാക്കി ഭഗവാൻ തിരിച്ച് ഇവിടേക്ക് വരാമെന്ന് പറയുകയും ചെയ്യും. അപ്പൊ അത് ഒരു ശക്തിക്കും വിധേയമായിട്ടല്ല നമ്മളോടുള്ള എന്റെ മക്കൾ അവിടെ കഷ്ടപ്പെടുന്നു, അപ്പൊ ആ കാരുണ്യം ആണ് ഭഗവാനെ ഇവിടേക്ക് കൊണ്ട് എത്തിക്കുന്നത്. അല്ലാതെ ഭഗവാൻ അവിടെ വിധേയത്വമൊന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നും ഭഗവാൻ വരുന്നുമില്ല. നമ്മൾ കേട്ടു, അജോഭിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോഭിസൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായ. അപ്പൊ എനിക്ക് ജന്മമില്ല, എന്റെ ശരീരത്തിന് നാശമില്ല, പക്ഷേ യുഗം തോറും ഞാൻ എന്റെ അതീന്ദ്ര രൂപത്തിൽ അവതരിച്ചു വരുന്നു. എന്തിന്? യഥാ ധർമ്മസ്യ, അല്ലെ? അതിനുവേണ്ടി ഭഗവാൻ എവിടെയും അവതരിക്കാം, ഏത് ലോകത്തിലും അവതരിക്കാം. അപ്പൊ ഭഗവാന്റെ തിരോധാനങ്ങൾക്ക് ഒരു ഭംഗം വരികയുമില്ല. അപ്പം സൂര്യൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചതാണ്, അല്ലെ? അപ്പൊ നിങ്ങളെ ഒരു ശ്ലോകം വായിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വേറെ ഒരു ശ്ലോകമാണ് വായിക്കുന്നത്. അപ്പം നമ്മളിവിടെ ക്ലാസ്സിൽ എത്ര ശ്രദ്ധിക്കുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ആ 34-ാമത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ശ്ലോകം, അറ്റ്ലീസ്റ്റ് അത് എന്തായിരുന്നു എന്നെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാതെ നമ്മൾ ഇരിക്കുമ്പോൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോകുന്നതിൽ എന്താണ് അർത്ഥം? ഈ 33-ാമത്തെ ശ്ലോകത്തിൽ എന്തു പറഞ്ഞു എന്നുള്ളത് കാണാതെ നമ്മൾ 34-ലേക്ക് പോയാൽ യാതൊരു പ്രയോജനവും അതുകൊണ്ടില്ല. കാരണം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഏത് സ്ഥാനത്താണ്? അപ്പൊ എന്ന ശ്ലോകമാണെന്ന് പോലും നമ്മുടെ മനുഷ്യന്റെ ബുദ്ധി അങ്ങനെയാണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ബുക്ക് തുറക്കുമ്പോൾ 15-ാമത്തെ ചാപ്റ്ററിന് പകരം നമ്മൾ 14-ാമത്തെ ചാപ്റ്റർ എടുത്തു പോകും. നമ്മളെല്ലാവരും അങ്ങനെയാ. ഇപ്പൊ ഈ ഒരാൾക്ക് പറ്റുന്ന ഒരു അബദ്ധമല്ല ഇത്. 15-ാമത്തെ ചാപ്റ്റർ എടുക്കുന്നതിന് പകരം നമ്മൾ എവിടേക്ക് പോകും? 14-ലേക്ക് പോകും. ഓർക്കാതെ ആ 14-ാമത്തെ ശ്ലോകം അങ്ങ് വായിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു ഭാഗവതം ശ്രദ്ധിക്കാൻ വരുമ്പോൾ, മറ്റൊരു ബുക്കല്ല ഇത്, ഭാഗവതമാണ് എന്ന ഓർമ്മയോടുകൂടി നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് കേട്ടു എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അതൊന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ ഇന്ന് പഠിച്ചത് ഏതായിരുന്നു ശ്ലോകമെന്ന് ഓർക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ കർത്തവ്യം ഹരികീർത്തനം എന്നുള്ളത് നമ്മളെ പഠിച്ചിട്ടുള്ളതാണ്. കർത്തവ്യം ഹരികീർത്തനം. നമ്മൾക്ക് എല്ലാവർക്കുമുള്ള നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് ഹരികീർത്തനമാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ നയിക്കാനുള്ള ശ്ലോകങ്ങളാണ് ഇത്. അപ്പൊ ആ ശ്ലോകങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് എല്ലാവരും തെറ്റുന്നതാണല്ലോ, അത് ഒരു വ്യക്തിക്കല്ല. നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിലപ്പം 36-ാമത്തെ ശ്ലോകത്തിന് പകരം 35 എടുത്തെന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി, ഞാൻ ഉൾപ്പെടെയുള്ളവരെയാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും, ഞാനും അതുപോലെ, നമ്മളെക്കാട്ടി വലിയവർക്ക് ഇതൊന്നും പറ്റത്തില്ല. കാരണം എന്താ? അവരൊക്കെ വളരെ ഉയർന്ന തോതിലുള്ളവരാണ്. അവരുടെ മനസ്സും അവരുടെ പ്രവൃത്തികളും ഒക്കെ വളരെ ഉന്നതവരായിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആകണം. അത് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുകയാണ്, നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും പഠിക്കുന്നത് ഏതായിരുന്നു ശ്ലോകം പഠിച്ചതെന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ ഇതോടുകൂടി പറയാതെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് തെറ്റുപറ്റാതെ ഇരിക്കും. അപ്പം ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം കൊണ്ടുവന്ന ആൾക്കാരെ ശരീരത്തെ എടുക്കുന്നതിന് വേണ്ടി ഒരു മുള്ളു കൊണ്ടുവന്നതുപോലെ ശ്രമിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ആര് പറഞ്ഞു കൊടുക്കുക? ഈ ശ്ലോകങ്ങളൊക്കെ ആരും എവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്? അതും മറന്നുപോയി എന്റെ കുട്ടികൾ. ഇതിപ്പം അതെ, യുധിഷ്ഠിരന്റെ സഹായമല്ല ഞാൻ ചോദിച്ചത്. ഈ പുസ്തകത്തിലെ ഈ ശ്ലോകം ആര് പറഞ്ഞു കൊടുക്കുന്നു? നൈമിശാരണ്യത്തിൽ വെച്ച് സൂതഗോസ്വാമിയിൽ നിന്ന് ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്നു, അല്ലെ? എവിടെ കേട്ട ശ്രീമദ് ഭാഗവതം? ശുകദേവ് ഗോസ്വാമി ആർക്ക് പറഞ്ഞു കൊടുത്തു? പരീക്ഷത് മഹാരാജാവിന് കൊടുത്ത ആ ശ്രീമദ് ഭാഗവതത്തെ അതൊന്നുകൂടി നൈമിശാരണ്യത്തിൽ വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആര് പറഞ്ഞു കൊടുക്കുന്നു? സൂതഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഈ ചാപ്റ്ററിലെ അർജുനൻ പറഞ്ഞ വാക്കുകളുണ്ട്, അതുപോലെ യുധിഷ്ഠിരൻ പറഞ്ഞ വാക്കുകളുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിൽ ഇത് പ്രകടമാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ആദ്യമേ പറഞ്ഞു യുധിഷ്ഠിരൻ ഇത് കേട്ട് അർജുനനിൽ നിന്ന് ഇതെല്ലാം കേട്ടിട്ട് യുധിഷ്ഠിരൻ പോകാൻ ഒരുങ്ങി, അല്ലെ? അത് കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് പൃഥ അല്ലെങ്കിൽ കുന്തിദേവിയും പോകാൻ ഒരുങ്ങി എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ അങ്ങനെ
എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് അവിടെ ശുകദേവ് ഗോസ്വാമി പറഞ്ഞു കൊടുത്തത് സൂത ഗോസ്വാമി ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, നൈമിശാരണ്യത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഒരു യദുകുല വംശജര് ഇപ്പൊ ഇത് ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ യദുകുല വംശജര് എന്താണ് ചെയ്തത്? അവരിവിടെ വന്നു, അവരെല്ലാം വളരെ ശക്തരായി മാറി, ഭഗവാന്റെ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വന്നവരാണ്, വളരെ പരമമായി ശക്തിയുള്ളവരാണ്. അവരെ എങ്ങനെയെങ്കിലും ഭഗവാൻ പോകുന്നതിന് മുമ്പായി അവരെ ഇട്ടിട്ട് പോയാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുപോകേണ്ടത് ഭഗവാന്റെ കർത്തവ്യമാണ്. അങ്ങനെ ഭൂമിയുടെ ഭാരം എന്ന് വെച്ചാൽ ഇത്രയും ജനങ്ങളുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവരെ ഭൂമിക്ക് ഭാരമാകാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ ഭൗതിക ശരീരം പരിത്യജിപ്പിച്ച് അവരെ കൊണ്ടുപോകേണ്ട ഒരു കർത്തവ്യം ഭഗവാനിലുണ്ടെന്ന് ഭഗവാൻ നോക്കുകയും അങ്ങനെ സൂതഗോസ്വാമി പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ അവിടെ ഇരുന്ന ആൾക്കാർക്ക് ഒരു മാനസികമായിട്ടൊരു വിഷമം തോന്നി. അവിടെ സൂതഗോസ്വാമി ഈ വിധ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഭൂഭാരം കുറയ്ക്കുന്നതിനായി യദുകുല വംശജർ അവരുടെ ഭൗതിക ശരീരം പരിത്യജിക്കുന്നതിന് ഭഗവാൻ കാരണഭൂതനായി എന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ അവർക്ക് പ്രയാസം തോന്നി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനെ വീണ്ടും ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭഗവാനും അദ്ദേഹത്തിന്റെ ശാശ്വത സേവകരും, അപ്പൊ അവര് രണ്ടു കൂട്ടരും ഒരുപോലെയാണ്. അപ്പൊ ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നതിനായി അതുപോലെ ഇവിടെ ദേവന്മാരെ സഹായിക്കുന്നതിനായിട്ടും അവരിവിടെ വരുന്നു. ആരെ? ഭഗവാനും ഭഗവത് ഭക്തരും ഇവിടെ വരുന്നത് ഭൂമിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്ന് അവതരിക്കുന്നത്. അതുപോലെ ഭഗവാന്റെ ദൗത്യത്തിൽ ഭഗവാന് സഹായകമായി ഭവിക്കേണ്ടവരെയോ, പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഭഗവാൻ അവർക്ക് പ്രശസ്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെയോ അവരെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് അവർക്ക് ഓരോരോ കർത്തവ്യങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഭീഷ്മരെ കൊണ്ട് യുധിഷ്ഠിരനെ എന്തു കൊടുത്തു? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്തു കൊടുത്തു? എന്താണ്? കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ യുധിഷ്ഠിരൻ കൃഷ്ണനെ സമീപിച്ചപ്പോൾ കൃഷ്ണൻ എന്താണ് ചെയ്തത്? ആരോടെ പറഞ്ഞു ആരെ കൊണ്ട് കൊടുപ്പിച്ചു അഭിപ്രായങ്ങള്? ഭീഷ്മ പിതാമഹനെ കൊണ്ട്. ഭീഷ്മ പിതാമഹനെ കൊണ്ട് കൊടുപ്പിച്ചു. അപ്പൊ ഭീഷ്മരെ എന്ത് ചെയ്യുകയാണ്? പ്രശസ്തനാക്കുക, അല്ലെ? ഭീഷ്മർക്ക് കാരുണ്യം കൊടുത്തു. അതാണ്. അങ്ങനെ ഓരോയിടത്ത് വെച്ചും അർജുനനോട് പറഞ്ഞില്ലേ, നീ പറഞ്ഞേക്കൂ, ഞാന് ഒരു ഭക്തരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് നീ പ്രഖ്യാപിച്ചേക്കൂ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് അർജുനനെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് ഓരോ ഇടത്ത് വെച്ച് ഓരോ ഉദ്ദേശങ്ങൾ കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഭഗവതി ഇച്ഛയാൽ ആ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് അപ്പം തന്റെ ദൗത്യത്തിൽ തന്നെ സേവിക്കുന്നതിനായി വിശ്വസ്ത സേവന്മാരെ യദുകുലത്തിൽ അവതരിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവരെ കൊണ്ടുവന്നു. അവരെ എല്ലാം നിർവഹിച്ചു കഴിഞ്ഞു. അവരിവിടെ വന്നപ്പോൾ അവർക്ക് ആ ഭൗതിക ശക്തി അവരിൽ ആവേശിക്കുകയും ഭൗതിക ശക്തിയിലുണ്ടായ അഹങ്കാരം നിമിത്തം അവരിവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ അവിടെ അവര് സോമപാനം കുടിച്ച് ജീവിക്കുന്ന ആൾക്കാര് ഇവിടെ വന്നിവിടെ ഈ മദ്യവും ലഹരിയും ഒക്കെ അവർക്ക് ചെന്നപ്പോഴേക്കും അവരുടെ ആ ലഹരിയുടെ ഉന്മാദം അവർക്ക് ചേരാത്തതായിട്ട് മാറി. സമപാനം കുടിച്ചിരുന്നവർക്ക് ഇവിടെ വന്നിതായപ്പോൾ ഇവർക്ക് ചേരാത്തതായിട്ട് മാറുകയും അങ്ങനെ അവര് കുഴപ്പങ്ങളിൽ പെടുകയും ചെയ്തു. അപ്പം ലഹരി അവിടെ ആസക്തരായിട്ട് നമുക്കതിനൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ എന്താണ് ഏത് പാടുമ്പോഴേ നമാമീശ്വരം സച്ചിദാനന്ദ രൂപം, അത് ഓർമ്മയുണ്ടല്ലോ. അത് പാടുന്ന സമയത്ത് നമ്മളെ കുബേരന്റെ കഥ പറയുന്നുണ്ട് അതിനകത്ത്, അല്ലേ? കുബേരന്റെ പുത്രന്മാരുടെ നളകൂബരന്മാരുടെ കഥ പറയുന്നുണ്ട്. അവിടെ എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാമായിരിക്കും ആ കഥയൊക്കെ. അപ്പം ആ ലഹരിയിൽ ആസക്തനായിരുന്ന കുബേരപുത്രന്മാരെ എന്താണ് നാരദരെ കണ്ടപ്പോൾ ഒട്ടും തന്നെ എന്ത് ചെയ്തില്ല? റെസ്പെക്ട് കൊടുത്തില്ല. അദ്ദേഹം എന്ന് വെച്ചാൽ ഇവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം, ഇവരെ ശുദ്ധരാക്കി മാറ്റണം. പാഠം പഠിപ്പിക്കുകയല്ല, ശുദ്ധരാക്കി മാറ്റണം. അതിനുവേണ്ടി ഒരു ശാപം കൊടുത്തു. ആ ശാപം കൊടുത്തിട്ട് ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർ ഓടിച്ചെന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഭഗവാൻ വന്നിട്ട് നിങ്ങളെ
മുക്തരാക്കുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ ആ കുബേരപുത്രന്മാർ അപ്പം നാരദന്റെ കോപത്തിന് പാത്രമാകുകയും അവരെ എന്താണ് വീണ്ടും ശുദ്ധരാക്കി മാറ്റുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു കഥാവൃത്തം നമുക്കറിയാം. അപ്പൊ അങ്ങനെ ചിലപ്പോഴൊക്കെ ഇവരെ എത്ര നാൾ അവിടെ നിൽക്കേണ്ടി വന്നു മരങ്ങളായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ള അവസരങ്ങളിൽ ചില സന്ദർഭത്തിലൊക്കെ ഈ ആൾക്കാരെ ശുദ്ധരാക്കി മാറ്റാൻ ശുദ്ധ ഭക്തന്മാര് തന്നെ മാർഗം കണ്ടെത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് കൃഷ്ണൻ വരുന്നു, അവർക്ക് പൂർവ്വരൂപങ്ങൾ കിട്ടി, കൃഷ്ണനെ പ്രദക്ഷിണം ചെയ്തിട്ട് അവർ തിരിച്ചവരുടെ സ്ഥലത്തേക്ക് പോകുന്നുമുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഭഗവാന് ദേവന്മാരായാലും ശരി അസുരന്മാരായാലും ഭഗവാന്റെ മക്കൾ തന്നെയാണ്. അവർ തങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പറഞ്ഞാൽ കേൾക്കുന്നവരെ എളുപ്പം നിയന്ത്രിക്കാൻ കഴിയും, പറഞ്ഞാൽ കേൾക്കാത്തവരെ അടികൊടുത്ത് നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. ഒരു ക്ലാസ്സിൽ നമ്മൾ പോകുമ്പോൾ ഒരു ടീച്ചറിനെ എല്ലാവരും ഒരുപോലെ ഉള്ളൂ, അല്ലാതെ ആരോടും പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ നല്ല ശിക്ഷ കൊടുക്കേണ്ടി വരും. പറഞ്ഞാൽ കേൾക്കുന്നവർക്കോ അവരെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ നേരെ പറയുന്നത് അനുസരിച്ചു പോകും എന്ന് പറയുന്നത് പോലെ ഇവിടെ സുരന്മാർ ഭഗവാനെ അനുസരിക്കും, അസുരന്മാർ അനുസരിക്കത്തില്ല. അങ്ങനെ അസുരന്മാർ ധിക്കരിക്കുന്ന അവസരത്തിൽ ഭഗവാൻ എന്ത് ചെയ്യും? അതിന് ശിക്ഷ കൊടുത്തിട്ട് ശിക്ഷയിൽ കൂടി അവരെ നല്ലവരാക്കി മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞ മുള്ളിനെ കാലിൽ കൊള്ളുന്ന മുള്ളിനെ ഭഗവാൻ വേറൊരു മുള്ളെടുത്തെടുക്കുന്നു എന്ന്. ഭഗവാന്റെ തൃപ്പാദത്തിൽ തുളഞ്ഞു കയറുന്ന മുള്ള് ഭഗവാനെ ശല്യപ്പെടുത്താറുണ്ട് എന്നാണ് ഇവിടെ വരുമ്പോഴേ. അപ്പൊ ഒരു മുള്ളായിട്ടാണ് അവരെ ഇവിടെ എക്സാമ്പിൾ കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആ മുള്ളിനെ വേറൊരു മുള്ളുകൊണ്ട് എടുക്കുന്നു എന്നാണ്. അപ്പൊ അതെടുത്തു. അപ്പം ഭഗവാനെ നോവിക്കുന്ന മുള്ളും ഭഗവാന്റെ മാവനാണ്. ഭഗവാൻ അത് എടുത്തു കളയാൻ സഹായിക്കുന്നതും ആരാണ്? ഭഗവാന്റെ സന്തതികൾ തന്നെ ആണ്. അപ്പൊ ഓരോ ജീവാത്മാവും ഭഗവാന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനെ ശല്യം ചെയ്യുന്നവരെ നമുക്കറിയാം അസുരന്മാരെന്ന് നമ്മൾ പറയുന്നു. മറ്റുള്ളവരെ എന്ത് പറയുന്നു? ശല്യം ചെയ്യാതെ നിയന്ത്രണത്തിന് വിധേയമായിട്ട് പോകുന്നവരെ സുരന്മാരെന്നും പറയുന്നു. അപ്പം ഭൗതിക ലോകത്തിൽ ഇവർ രണ്ടുമുണ്ട്. പക്ഷേ എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലാണെങ്കിലും ഇവർ രണ്ടു കൂട്ടരും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ലോകം. അപ്പം എപ്പോൾ ഭഗവാൻ വരുന്നു അപ്പോഴൊക്കെ ഭഗവാന്റെ സംരക്ഷണം, ഭഗവാന്റെ കൂടെ സംരക്ഷണമല്ല, ഭഗവാൻ ആരുടെയും സംരക്ഷണം ആവശ്യമില്ല. ഭഗവാന്റെ പ്രവർത്തികളിൽ സഹായിക്കുന്നതിന് വേണ്ടിയോ അഥവാ അവരെ കീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയോ ഇവർ കുറച്ചുപേരെ കൂടി കൊണ്ടുപോകും. തിരിച്ചു പോകാൻ നേരത്തേക്ക് അവർക്ക് ചിലപ്പോൾ അഹങ്കാരം വന്നെന്നിരിക്കും. അതിനെ വേണ്ട വിധത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് കഥ അറിയാം. ഞാൻ നേരത്തെ 2 ആഴ്ച മുമ്പ് ഞാൻ ആ കഥ പറഞ്ഞതാണ് ഇല്ലേ. ദുർവാസാവിനെ അവന്റെ ശാപമേക്കുന്നതും അല്ലെ, എങ്ങനെയാണോ ഈ വംശം ഇല്ലാതെയാകുന്നതും ആ കഥ നമ്മളെ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഭഗവത് സംരക്ഷണത്തിൽ ഭഗവാന്റെ സംരക്ഷണത്തിൽ വരുന്നു. അവിടുന്ന് ഭഗവാൻ തന്നെ തിരിച്ചു ഏത് രീതിയിലും ശിക്ഷ കൊടുത്തായിരിക്കും മിക്കവാറും തിരിച്ചു കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നത്. അതിനാണ് അപ്പം കാൽ കൊള്ളുന്ന ഒരു മുള്ളിനെ വേറൊരു മുള്ളെടുത്തെടുക്കുന്നത് പോലെ അത് സുരന്മാരും അസുരന്മാരുമായിട്ട്. അപ്പൊ അങ്ങനെ ഭഗവാനെ സഹായിക്കുന്നവരെ സുരന്മാരെന്നും ഭഗവാൻ പ്രശ്നമായി മാറുന്നവരെ അസുരന്മാരെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്ത് വേണേലും അപ്പൊ നമുക്കറിയാം ഹിരണ്യകശിപുവിന്റെ കാര്യം അല്ലെങ്കിൽ ഹിരണ്യാക്ഷന്റെ കാര്യം. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഭഗവാൻ ഏത് വിധത്തിൽ വരുന്നു? തിരിച്ചയക്കുന്നതിന് ഭഗവാനെ എന്താണ് മനുഷ്യന് മൃഗമായിട്ടൊരു രൂപം എടുക്കേണ്ടതായിട്ട് വരുന്നു ഹിരണ്യകശിപുവിനെ തിരിച്ചയക്കാൻ. എത്രമാത്രം പാടുപെട്ട് ഭഗവാൻ ഇതൊന്നൊരു പാടായി തോന്നാറില്ല, എങ്കിലും നമ്മുടെ ദൃഷ്ടിയിൽ അതൊരു പാടായിട്ട് അനുഭവപ്പെടുന്നു, ഒരു പ്രയാസമായിട്ട് അനുഭവപ്പെടുന്നു. അപ്പം ലോകക്ഷേമാർത്ഥം എന്ത് ആവശ്യം വരുന്നു അപ്പോഴൊക്കെയും സംരക്ഷണത്തിനായിട്ട് ഭഗവാന്റെ ദൗത്യം ഇവിടെ നിർവഹിക്കാറുണ്ട്. എൻ്റെ മക്കളെയാണ് അവിടെ അയച്ചിരിക്കുന്നത്, എൻ്റെ മക്കളെ നിയന്ത്രിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്നുള്ളത് ഭഗവാൻ വെച്ചുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ സംരക്ഷണത്തിന്. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. നമ്മൾ 1-ാം സ്കന്ധം 15-ാം അധ്യായം 35-ാമത്തെ ശ്ലോകമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് എന്നെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾക്ക് എല്ലാവിധം പറ്റും, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്. 1, 15, 35. ഹരേ കൃഷ്ണ. യഥാ മത്സ്യാദിരൂപാണി തത്തേ ജഹ്യാത് യഥാ നടഃ ഭൂപാരക്ഷപിതോ യേന ജഹൗ തച്ച കളേബരം. യഥാ മത്സ്യാദിരൂപാണി തത്തേ ജഹ്യാത് യഥാ നടഃ ഭൂപാരക്ഷപിതോ യേന ജഹൗ തച്ച കളേബരം. യഥാ മത്സ്യാദിരൂപാണി യഥാ മത്സ്യ ആദി രൂപാണി
തത്തേ ജഹ്യാത് യഥാ നടഹ. തത്തേ ജഹ്യാത് യഥാ നടഹ. അവിടെ ഒന്നും ഒരു കോംപ്ലിക്കേറ്റഡ് വേർഡില്ല. ഭൂഭാരക്ഷപിതോ യേന. ഭൂഭാര ക്ഷപിതഃ യേന ജഹൗ തച്ച കളേബരം. ജഹൗ തച്ച, തതേ പ്ലസ് ച, തച്ച എന്നുള്ളത് അതൊന്ന് ശ്രദ്ധിച്ചോണം. തത് പ്ലസ് ച, തച്ച കളേവരം. കളേവരം നമുക്കറിയാം ശരീരം. ഇപ്പൊ ഒരുപാട് കാലം കൊണ്ട് നമ്മള് കളേവരം പറയുന്നു അല്ലെ. കളേവരം. യഥാ മത്സ്യാദിരൂപാണി. യഥാത്രത്തോളം, അത്രമാത്രം. മത്സ്യാദി, മത്സ്യാവതാരം മുതലായവ പോലെ എന്ന് വെച്ചാൽ നമ്മള് ആ 10 അവതാരങ്ങളെ മത്സ്യത്തിന്റെ കൂട്ടത്തിൽ ജയദേവസ്വാമികൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ അതായിട്ട് എടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. മത്സ്യ ആദിരൂപാണി. രൂപാണി, രൂപങ്ങൾ. തത്തേ ജഹ്യാത്. തത്തേ എന്ന് വെച്ചാൽ ശാശ്വതമായി സ്വീകരിക്കുന്നു. ജഹ്യാത് വേണ്ട സമയത്തത് പ്രതീതമായിട്ട് വേണ്ട സമയത്ത് അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ ഓരോ രൂപങ്ങളും ആവശ്യത്തിന് എടുക്കുന്നു. ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിച്ചിട്ട് വേറെ എന്നുവെച്ചാൽ ഭഗവാൻ പോയില്ല. ഭഗവാൻ ഒരിക്കലും വെറുതെ ഇരിക്കുന്നില്ല. ഭഗവാൻ വേറൊരു ബ്രഹ്മാണ്ടത്തിലേക്ക് വേറൊരു രൂപം എടുക്കുന്നു. ഭഗവാൻ എത്ര രൂപങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഭഗവാൻ ഒരു ഇതുമില്ലാതെ എങ്ങനെ അത് എടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രതീകാത്മകമായിട്ട് അതിനെ പരിത്യജിച്ചിട്ട് അതുപോലെ അതുപോലെ ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ ഭൂഭാരം, ഭൂമിയുടെ ഭാരം ക്ഷപിത, ലഘൂകരിച്ചു, ഇല്ലാതെയാക്കി. എന്ന് വെച്ചാൽ ഏതിനാലാണോ ജഹൗ മീൻസ് തിരിച്ചു പോകാൻ അനുവദിക്കുക. അഥവാ അപ്പൊ ഒരു തലത്തിൽ നിന്ന് വേറൊരു തലസ്ഥയിലേക്ക് അവസ്ഥയെ പ്രാപിക്കുക. അങ്ങനെ തച്ച എന്ന് പറയുന്നത് തതേ പ്ലസ് ച. തതേന്ന് വെച്ചാൽ അത്, ച എന്ന് വെച്ചാൽ തച്ച കളയവരം, ശരീരം. കളയവരം എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പോഴേ യഥാ മത്സ്യാദി രൂപാണി. ഭൂഭാരം ലഘൂകരിക്കാനായി ഭഗവാൻ ഏത് രൂപമാണോ സ്വീകരിച്ചത്, തത്തേ ജഹ്യാത് യഥാ നടഹ. ആ ശരീരം പരമപുരുഷനായ ഭഗവാൻ പരിത്യജിച്ചു. എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നു? ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ, ഒരു മാന്ത്രികനെ പോലെ വ്യത്യസ്തമായ ശരീരങ്ങൾ സ്വീകരിക്കാനായി, മത്സ്യാവതാരം തൊട്ടുള്ള മറ്റേതൊരവതാരങ്ങളും സ്വീകരിക്കാനായി അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നു. അപ്പം ആ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അപ്പം നമ്മളൊക്കെ പറയും എന്താണ്, സാധാരണ ഭാഗവതം വായിക്കുമ്പോ ഭഗവാനെ ബാധിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഭഗവാൻ ഇഷ്ടപ്പെടുമ്പോൾ ഭഗവാൻ ഇവിടുന്ന് തിരിച്ചു പോകേണ്ടി വരുന്ന സമയത്ത് ഭഗവാൻ ആർക്കാണോ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്, അതിന്റെ ഒരു പ്രശസ്തി കൊടുക്കുന്നത്, ആ പ്രശസ്തി കൊടുക്കാൻ ഒരാളെ അവിടെ വരിച്ചിരിക്കും. അല്ലാതെ ഭഗവാൻ ഒരാൾക്ക് അമ്പ ചെയ്ത് കൊല്ലാനോ ഒന്നും പറ്റില്ല. ആ ഭഗവാന്റെ ശരീരത്തെ ഇവിടെ നമ്മളെ പോലെയുള്ള മൂഢരായ ജനങ്ങൾക്ക് മനസ്സിലാക്കാനായി ഒരു ശരീരവും ഇട്ടിട്ടുണ്ട്. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം ഭഗവത് ലോകത്തിലേക്ക് ഭഗവാൻ തിരിച്ചുപോയി. ഭഗവാൻ യഥാർത്ഥത്തിൽ ഭഗവത് ലോകത്തിലേക്ക് തിരിച്ചു പോവുകയും പിന്നീടോ ഭഗവാന്റെ ഒരു ഭാഗം സൂര്യനാരായണനിലേക്ക് സമർപ്പിക്കുകയും ഒരു ഭാഗം ഇവിടെ സാധാരണ നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് കാണാനായി ഇവിടെ ഇട്ടിട്ട് പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ആ പ്രശസ്തി ഒരാൾക്ക് ലഭിക്കുകയും ചെയ്തു. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഭഗവാനെ ഓരോ അവസരത്തിലും ഇവിടെ വരുന്നു, തിരിച്ചു പോകുന്നു. ഭഗവാൻ ഏത് രൂപമാണോ അതിനടുത്ത് എടുക്കേണ്ടത് ഭഗവാനാണ്. എത്ര ബ്രഹ്മാണ്ടങ്ങളിൽ എത്ര രൂപങ്ങളിൽ ഏതെല്ലാം വിധത്തിൽ ഭഗവാൻ അവതരിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്കൊന്നും അറിയാൻ കഴിയുകയില്ല. അതാണ് നമ്മളെ ഈ ലോകത്തിന്റെ ഭാരം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഭഗവാൻ വേണ്ട സമയത്ത് ഇവിടെ വരികയും ചെയ്യും. ഭഗവാനെ കുറിച്ച് നമ്മുടെ ഭാവാർത്ഥത്തിൽ നമുക്ക് നോക്കാം. അപ്പം ഭഗവാൻ എന്ന് പറയുന്ന ആള് നിർവ്യക്തികനോ രൂപരഹിതനോ അല്ല. അദ്ദേഹത്തിന്റെ കളയവരം അദ്ദേഹത്തിൽ നിന്നും അഭിന്നമാണ്. ആകയാലാണ് അദ്ദേഹം സനാതനത്വം, പരമാനന്ദം, പൂർണ്ണാഭിജ്ഞാനം എന്നിവിടെ മൂർത്തിമത് ഭാവമെന്ന് അറിയപ്പെടുന്നത്. നമ്മളെപ്പോലെയുള്ള ഒരു ശരീരമല്ല ഭഗവാന് ഉള്ളത്. നമ്മുടെ ശരീരം എന്തൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു, ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരം എന്തെല്ലാം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പഞ്ചഭൂതങ്ങള്. പഞ്ചഭൂതം മാത്രമേ ഉള്ളോ? അല്ല, 24 പഞ്ചേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. എന്തൊക്കെ വരും?
മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ആ, അഞ്ച് 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 ഇന്ദ്രിയങ്ങൾ. അല്ലേ? ഇന്ദ്രിയങ്ങൾ. പഞ്ചഭൂതങ്ങൾ 5 അഞ്ച് അഞ്ച് ഇന്ദ്രിയങ്ങൾ. 5 സെൻസ് ഓർഗൻസ് അല്ലേ? 5 കർമ്മേന്ദ്രിയം, കർമ്മേന്ദ്രിയങ്ങള്, പഞ്ചഭൂതങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, പിന്നെ എന്തുണ്ട്? ആ ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ 5. പിന്നീടോ 3 ഗുണങ്ങള്. ഗുണങ്ങൾ കൊണ്ട് നമ്മളെ കൊണ്ട് ഗുണ എന്ന വാക്കിന് കയറെന്നും അർത്ഥമുണ്ട് അല്ലേ? സത്വം രജസ് തമായിതി ഗുണ അല്ലേ? 3 ഗുണങ്ങള് അതും നമ്മളിലുണ്ട്. 3 ഗുണങ്ങള്. പിന്നെ ആ നമ്മളെ കെട്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഗുണങ്ങളാൽ നമ്മളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നു എന്നുള്ള പോലെ. അപ്പൊ 3 ഗുണങ്ങള്, പിന്നെ ഒന്നുകൂടെ വരും കാലം. അപ്പൊ എന്തൊക്കെയായി? പഞ്ചഭൂതങ്ങള്, പഞ്ചേന്ദ്രിയങ്ങള്, അവയുടെ വിഷയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, 5 സൂക്ഷ്മ തന്മാത്രകൾ. അങ്ങനല്ലേ മാതാജി പറയുന്നത്? നോട്ട്സ്. അപ്പൊ തന്മാത്ര 3 രീതി. സത്വരജതമ ഗുണങ്ങളെ, തന്മാത്രകൾ എന്ന് പറയാൻ പാടില്ല, തന്മാത്ര വേറെയും പറയാം. ആ 3 എന്താണ്? ആ ഗുണങ്ങള്, പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. പിന്നെ എന്താണ്? മനഃബുദ്ധി അഹങ്കാരം അതിനകത്ത് വരുന്നുണ്ട് മാതാജി. പിന്നെന്താണ്? ടൈം, കാലം. അത്രയും കൊണ്ടാണ് നമ്മളെ രട്ടപ്പെട്ടിരിക്കുന്നത്, നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഭഗവാനോ? ഭഗവാൻ എന്തൊക്കെ കൊണ്ടാണ്? സച്ചിദാനന്ദം. സത്ത്, ചിത്ത്, ആനന്ദം അല്ലെ? അതുകൊണ്ടാണ് ഭഗവാൻ വരുന്നത് അല്ലെ? അപ്പൊ ഭഗവാന്റെ കളയവരം നമ്മുടെ ശരീരം പോലെ അല്ല. ഭഗവാന്റെ രൂപം ഭൗതികശക്തിയാൽ നിർമ്മിതമെന്ന് കരുതുന്ന ഏതൊരുവനെയും ശ്രീലപ്രഭാതർ പറഞ്ഞിരിക്കുന്നു, നിശ്ചയമായി എല്ലാവിധത്തിലും സമുദായ ഭ്രഷ്ട് കൽപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ കുന്തിദേവി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മായാജവനികാശ്ചന്നം അജ്ഞാതോക്ഷജം അവ്യയം ന രക്ഷ്യസേ മൂഢദൃശ നടോ നാട്യതരോ യഥാഹ. ഇന്ദ്രിയ ദൃഷ്ടിക്കാരനെ നമ്മുടെ ഇന്ദ്രിയങ്ങളാൽ നോക്കുമ്പോൾ, അപ്പം ഇന്ദ്രിയ ദൃഷ്ടിക്ക് അപ്പുറത്താണ് ഭഗവാൻ ഉള്ളത്. അങ്ങനെയുള്ള വിഡ്ഢിയായിട്ടുള്ള ഒരു നിരീക്ഷകൻ നോക്കുമ്പോൾ ഭഗവാൻ നമ്മളെപ്പോലെ ഒരാളാണ്. ഭഗവാൻ 2 കുട്ടികളായിട്ട് ഇവിടെ വന്നിട്ട് ഭഗവാനും ബലരാമനും 2 പേരും ഇങ്ങനെ, ഒരു കറുത്ത കുട്ടി ഒരു വെളുത്ത കുട്ടി, 2 പേരും ഇവിടെ കളിച്ച് നടക്കുന്നു അല്ലെ? അപ്പം ഭഗവാന് ആരാണ്? ഇവരിവിടെ കളിച്ചു നടക്കുമ്പോഴും അവര് വേറൊരു ലോകത്തിൽ മായാജവനികാശ്ചന്യം, ആ മായയുടെ കർത്തന്റെ അപ്പുറത്ത്, മായാജവനികാശ്ചന്യം അജ്ഞാതോക്ഷ. പക്ഷേ അജ്ഞന്മാരായ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അതാണ്. അപ്പം ഈ ഭഗവാന്റെ ശരീരം നമ്മുടെ ശരീരം പോലെ അല്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പോലും അവനെ കണ്ടാൽ പോലും നമ്മളെ നദിയിലിറങ്ങി ശുദ്ധി വരുത്തണമെന്നാണ് ഇവിടെ ശ്രീലപ്രഭുപാദര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാന് ഭൗതിക ശരീരം ഇല്ലാത്തതിനാൽ അദ്ദേഹത്തെ അമൃതൻ അഥവാ അമർത്യൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അതാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഭഗവാന്റെ മരണം അഥവാ ശരീരം ഉപേക്ഷിക്കൽ നമ്മളെ ഒരു ഇന്ദ്രജാലക്കാരൻ കാണിക്കുന്നത് പോലെ, എന്തെങ്കിലും ഒരു വസ്തു കയ്യിലെടുത്തിട്ട് കണ്ടില്ല എന്ന് പറയുന്നത് പോലെയോ, 100 രൂപ നോട്ട് കൊടുത്തിട്ട് അതിനെ 1000 രൂപ നോട്ടാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ 2000 രൂപ നോട്ടാക്കി മാറ്റുന്നത് പോലെയോ ഒക്കെയാണ് ഒരു ഇന്ദ്രജാലക്കാരൻ എന്ത് കാണിക്കുന്നു അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ചിലപ്പം ഒരു മാന്ത്രികൻ ഒരു ശരീരത്തെ മുറിക്കപ്പെടുകയും ചിലപ്പം കത്തി കാണിച്ചിട്ട് മുറിച്ചിട്ടിരിക്കുന്നു കാണിക്കും, കുറച്ച് കഴിയുമ്പോൾ അയാൾ എഴുന്നേറ്റ് വരുന്നതും ഒക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ പലതായിട്ട് ഒരു മജീഷ്യൻ എന്തെല്ലാം കാണിക്കുന്നു അങ്ങനെയുള്ള ഒരു പ്രകടനമായിട്ട് നമുക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ കഷ്ണങ്ങളായി ഛേദിക്കുന്നുമില്ല. നമ്മളെ കണ്ണ് കെട്ടി നമ്മളെ ഇതാക്കി മാറ്റുന്നത് പോലെ ഭഗവാൻ മായക്കൊണ്ട് നമ്മളെ മറച്ചിട്ട്, നമ്മൾ നേരത്തെ പഠിച്ചു ഭഗവാനെ എങ്ങനെയാണ് വ്യാസദേവൻ കണ്ടത്. അവിടെ സരസ്വതി തീരത്ത് വ്യാസദേവൻ ഭഗവാനെ കാണുന്നത് എങ്ങനെയാണ്? ഭഗവാനെ കാണുമ്പോൾ ഭഗവാന്റെ അന്തരംഗ ശക്തി ഭഗവാനിലുള്ളതുപോലെ ഒപ്പം തന്നെ എന്തുകൊണ്ട് ബഹിരംഗ ശക്തിയോടുകൂടി ദർശിച്ചു എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ പഠിച്ചതേ ഉള്ളൂ, നിങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ല. ഭഗവാനെ എങ്ങനെയാണ് വ്യാസദേവൻ കണ്ടത്? ഭഗവാന്റെ അന്തരംഗ ശക്തി ഭഗവാനിലുണ്ട്, അതിനെ പ്രത്യേകിച്ച് കൊടുത്ത് പറയേണ്ട കാര്യം ഇല്ല. ആ അന്തരംഗ ശക്തിയോടെ നിൽക്കുന്ന ഭഗവാൻ ഭഗവാനെ ബഹിരംഗ ശക്തിയോടുകൂടി ദർശിക്കാൻ വ്യാസദേവന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആ ഭഗവാന്റെ ബഹിരംഗ ശക്തിയും നമ്മളെ ഭഗവാനിൽ മറച്ചു നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ഭഗവാനെ കാണാൻ, ഭഗവാന്റെ രൂപം എന്താണെന്നോ അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അല്ലെങ്കിൽ ഒരു മന്ത്രജാലക്കാരൻ ജാലവിദ്യയുടെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അബോധാവസ്ഥയിലാകുകയോ ചെയ്യുന്നുമില്ല.
അതാണ് നമ്മൾ ഒരാളെ കയറ്റിക്കിടത്തി മുറിക്കുന്നതും കാണിക്കുന്നുണ്ട്, കട്ട് ചെയ്തു വേണമെങ്കിൽ കത്തിപൂക്കി കാണിക്കും, നല്ല ചുവപ്പ് നിറം രക്തവും ഒക്കെ കാണിക്കുന്നിരിക്കാം. പക്ഷേ വീണ്ടും അയാൾ എഴുന്നേറ്റ് പോകുമ്പോൾ അയാൾ കാണിച്ചത് എന്താണ്? നമ്മുടെ കണ്ണിനെ മറയ്ക്കപ്പെടുന്നത് പോലെ ഈ മായാവിദ്യ കൊണ്ട് നമ്മളെ മറച്ച് നിർത്തിയിട്ടേ. അപ്പം ഭഗവാന് വിവിധത്വമുള്ള അസംഖ്യ ശാശ്വത രൂപങ്ങളുണ്ട് പറയും. അപ്പൊ അത് വളരെ ഭഗവാൻ എപ്പോഴും ലോർഡ് ഹാസ് ഈസ് എറ്റേണൽ. ആ എറ്റേണിറ്റി അവിടെ ഉണ്ട്, ശാശ്വതത്വമുണ്ട്. സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ എന്താണ്? ശാശ്വതത്വം ഭഗവാനിലുണ്ട് എന്നുള്ളത് നമ്മൾ എറ്റേണൽ അൺലിമിറ്റഡ് വെറൈറ്റീസ് ഓഫ് ഫോംസ് ഭഗവാൻ എടുക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്നാണ് ഭഗവാൻ ഇവിടെ വരുമ്പോൾ എടുക്കുന്ന രൂപങ്ങളൊക്കെയും. അപ്പൊ ഇവിടെ ശരീരപ്രഭാതിരുവന്റെ ആദ്യത്തെ അവതാരം മത്സ്യാവതാരം എടുത്തു. മത്സ്യാവതാരത്തെ കുറിച്ച് അറിയാം. എത്ര മത്സ്യാവതാരം ഉണ്ടായിരുന്നു ലോകത്തില്? എന്തിനാണ് മത്സ്യാവതാരം എടുത്ത ആരെങ്കിലും പറയാമോ? ആദ്യം എടുക്കുന്ന മത്സ്യാവതാരമായിട്ട് ജയദേവ് ഗോസ്വാമി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മത്സ്യാവതാരം എടുത്തു. എത്ര മത്സ്യാവതാരം എടുത്തിട്ടുണ്ട് ഭഗവാന്? 2 പ്രാവശ്യമാണ് മത്സ്യാവതാരം എടുത്തിട്ടുള്ളത്. അതുപോലെ വരാഹാവതാരവും 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. വരാഹാവതാരവും ശ്വേതവരാഹം, വരാഹാവതാരം ഒക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ മത്സ്യാവതാരവും 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. എന്തിനാണ് ആദ്യത്തെ മത്സ്യാവതാരം എടുത്തത്? മത്സ്യാവതാരം ആദ്യമേ എടുക്കുന്നത് ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് വേദങ്ങൾ വഴുതിപ്പോയി. ആ ഒരു ബ്രഹ്മദിനത്തിന്റെ അവകാശമായപ്പോഴേ ബ്രഹ്മാവിന് ഉറക്കം തോന്നുകയും കയ്യിൽ നിന്ന് വേദങ്ങൾ വഴുതിപ്പോവുകയും അത് അസുരൻ എടുത്തുകൊണ്ട് പോകുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് വേദങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു അവതാരം എടുത്തുകൊണ്ട് വന്നിട്ട്, മത്സ്യാവതാരം എടുത്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹം ആ വേദങ്ങളെ എടുത്തുകൊണ്ട് ബ്രഹ്മാവിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഏതോ കഴിഞ്ഞ ഒരു കാലത്തിൽ സ്വയംഭൂമനുവിന്റെ കാലത്താണെന്ന് തോന്നുന്നു, പ്രളയകാലത്തെ ഹയഗ്രീവൻ വന്നിട്ട്, ഹയഗ്രീവൻ എന്നാണ് പേര്, ഹയഗ്രീവൻ എന്നൊരു അസുരൻ വന്നിട്ട് ആ വേദങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ബ്രഹ്മാവിൽ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും അപ്പൊ ആ ഹയഗ്രീവനിൽ നിന്ന് വേദങ്ങളെ തിരിച്ചെടുക്കുന്നതിന് അതേ രൂപത്തിൽ അതേ രീതിയിൽ ഹയഗ്രീവ രൂപത്തിൽ തന്നെ വന്ന് ഭഗവാൻ ആ വേദങ്ങളെ എടുത്ത് ബ്രഹ്മാവിനെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പം ഹയഗ്രീവൻ ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ മത്സ്യമായി വന്നിട്ട് വേദങ്ങളെ സംരക്ഷിച്ച് ഭഗവാൻ സംരക്ഷിച്ച് ബ്രഹ്മാവിനെ നൽകുന്നു. അപ്പൊ എന്തുകൊണ്ട് ബ്രഹ്മാവിന്റെ പകലിന്റെ അന്ത്യനിത്യ സമയത്ത് ഒരു ചെറിയ ഉറക്കം വന്നുപോയി. അങ്ങനെ ഒരു വായിൽ നിന്ന് ഒരു കൂട്ടുവ വന്നു. അപ്പൊ ആ വേദജ്ഞാനം വെളിയിലേക്ക് പോയി, അത് അപഹരിക്കുകയും അങ്ങനെ അസുരനെ ആ ഒരു വേദം കൊണ്ടുപോവുകയും അത് തിരിച്ചെടുത്തു കൊടുത്തു. രണ്ടാമത് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാല് ചാക്ഷുഷമന്വന്തരത്തിലാണ് സത്യവ്രത മഹാരാജാവിനോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ മന്വന്തരത്തിൽ ഒരു വന്ന്, അത് കഥയുണ്ട്, ഭാഗവതം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ശ്രീഹരി വന്നിട്ട് ഈ സുഹ എന്ന് പറയുന്ന ഭൂവലോകം, പുർലോകം, പൂർലോകം, സ്വലോകം എല്ലാം, സ്വർലോകം എല്ലാം വെള്ളത്തിൽ മുങ്ങിയ അവസരത്തില് അവിടെ സംരക്ഷകനായി, ഇത് കഥയായിട്ടുണ്ട്. അപ്പൊ അത് സംരക്ഷകനായിട്ടും വരുന്നുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം മത്സ്യാവതാരം ഭഗവാനെ എടുത്തിട്ടുണ്ട്. അമ്മ ഭഗവാൻ ആ ദൃശ്യപ്രപഞ്ചത്തിൽ മത്സ്യാവതാരത്തിൽ വരുന്നുണ്ട്. അങ്ങനെ അസംഖ്യം അവതാരങ്ങൾ ഭഗവാൻ എടുക്കുമ്പോഴും സന്ദർഭത്തിനനുസരിച്ച് അദ്ദേഹം അവതാരങ്ങൾ കൈക്കൊള്ളുന്നു. പിന്നെ മത്സ്യാവതാര ലീലകൾ അവരാമൻ പ്രദർശിപ്പിച്ചു. അപ്പൊ അതുപോലെ എടുത്തു എന്നിവിടെ പറഞ്ഞിരിക്കുന്ന തത്തേ, ആ ഒരു പദം തത്തേ ജഹ്യാദ് യഥാ നടഹ മത്സ്യാദി രൂപാണി യത്തത്തേ ജഹ്യാദ് യഥാ നടഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തത്തേ എന്ന് പറയുമ്പോൾ ശാശ്വതമായി കൈക്കൊണ്ടത്, ഭഗവാൻ ശാശ്വതമായി കൈക്കൊണ്ട രൂപം ഭഗവാൻ ഉണ്ട് എന്നുള്ളതും. അപ്പൊ സന്ദർഭവശാൽ ഓടിച്ചെന്ന് മത്സ്യാവതാര രൂപം എടുക്കുന്നതല്ല, ഭഗവാൻ ഈ രൂപങ്ങളെല്ലാം ഭഗവാന്റേതാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ആ വാക്ക് ഉപയോഗിച്ച് തത്തേ എന്ന വാക്കുകൊണ്ട് ശാശ്വത രൂപത്തെ കൈക്കൊണ്ടു, അല്ലാതെ സന്ദർഭവശാൽ എടുക്കുന്നതല്ല. ഇത് കൊണ്ടുപോയി ഓടിച്ചെന്നു ഭൂമിയെ തിരിച്ചെടുത്തോണ്ട് വരാം, അല്ലെങ്കിൽ വേദങ്ങളെ തിരിച്ചെടുത്തോണ്ട് വരാം, അല്ലെങ്കിൽ സത്യവ്രതൻ ഒരു കരുണ കാണിക്കാം, ഇങ്ങനെ ഒന്നും വിചാരിച്ചുകൊണ്ട് എടുക്കുന്നതല്ല. ഇതൊക്കെ ഭഗവാന്റെ സ്വന്തം രൂപങ്ങൾ തന്നെ ആണ്.
അപ്പൊ മത്സ്യാവതാരം ഭഗവാൻ സൃഷ്ടിച്ചതല്ല, അദ്ദേഹത്തിന് ശാശ്വതമായി തന്നെ ആ രൂപമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പ്രത്യക്ഷമാകുകയോ അപ്രത്യക്ഷമാകുകയോ ചെയ്യാം, അത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഇത് നടക്കുന്നത്. അത് വേണ്ട സമയത്ത് ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താ പറഞ്ഞിട്ടുണ്ട്? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അവ്യക്തം വ്യക്തിമാപന്യം മന്യന്തേ മാം അബുദ്ധയഃ പരംഭാവം അജാനന്ദോ മമാവ്യയം അനുത്തമം എന്ന് പറഞ്ഞു. പരമപുരുഷനായ ഞാന് ഒരിക്കൽ അവ്യക്തിഗതനായിരുന്നുവെന്നും പിന്നീടാണ് വ്യക്തിയായതെന്നും എന്നെ മനസ്സിലാക്കാത്ത മന്ദബുദ്ധികൾ പറയുന്നു. അപ്പോ അതുപോലെ അക്ഷയവും അമൃതത്വവും നിറഞ്ഞ എന്റെ രൂപത്തെക്കുറിച്ച്, ഉത്കൃഷ്ട സ്വഭാവത്തെക്കുറിച്ച്, എന്റെ ഉത്കൃഷ്ട സ്വഭാവത്തെക്കുറിച്ച് ഈ മന്ദബുദ്ധികൾക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എന്റെ ആ ശാശ്വതമായ ഭഗവത്ഗീതയിൽ എവിടെ 7-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? 7-ാം അധ്യായത്തിൽ പഠിച്ചവർക്ക് അറിയാം, അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം അബുദ്ധയ പരംഭാവമജാനന്ദോ മമ അവ്യയം അനുത്തമം. അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ഇവർക്ക് മന്ദബുദ്ധികൾക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കേട്ടിട്ടില്ലേ, നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. എന്താണ്? ബുദ്ധിയില്ലാത്തവർക്ക്, മൂഢന്മാർക്ക് ഞാൻ ഒരിക്കലും പ്രത്യക്ഷനാകില്ല. യോഗമായ എന്റെ അന്തരംഗ ശക്തി എന്നെ മറച്ചു വെക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അജനും അവ്യയനുമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ 20-ന് ശേഷം 24-25 തോന്നുന്നു, 24-25 ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. 7:24-25 ഭഗവാൻ ഇപ്രകാരം അരുളിച്ചിരുന്നു. അപ്പൊ എനിക്ക് രൂപമില്ലെന്നും അതിനാൽ ഞാൻ രൂപരഹിതനെന്നും ഒരിക്കൽ അവ്യക്തിഗതനായ ഞാൻ ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തിനായി പിന്നീട് വ്യക്തിരൂപം സ്വീകരിച്ചുവെന്നും കരുതുന്നു. അപ്പൊ ഞാൻ ഈ രൂപമൊക്കെ എടുക്കുന്നത് എന്റെ കാരുണ്യം കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പം ഇതിനെ കുറിച്ച് പറയും, എന്റെ മായാതിരശീലയാൽ അഥവാ ദുർജ്ഞേയമായ ആവരണത്താൽ അഭക്തർക്ക് എന്റെ ശക്തികൾ കാട്ടിക്കൊടുക്കാതിരിക്കാൻ അഥവാ വെളിപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അത് ഭഗവാന്റെ ഒരു പ്രത്യേകതയാണ്. ഭഗവാനെ അഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കൊടുക്കുന്നത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭക്തർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അജനും അഭയനുമായ മാതാജി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ മൂഢന്മാരെയും ഭക്തിയില്ലാത്തവരെയും ഒക്കെ സൃഷ്ടിക്കുന്നത് ഭഗവാൻ തന്നെ അല്ലയോ? അതെ അതെ. അപ്പൊ അത് എന്താ അങ്ങനെ? എന്തുകൊണ്ടാണ് നമ്മൾ മൂഢരായി പോകുന്നത്? എന്തുകൊണ്ടാ? ഭഗവാൻ പറഞ്ഞോ നമ്മളവിടെ മൂഢനാകാൻ? പറഞ്ഞോ? നമ്മുടെ സ്വന്തം പ്രവൃത്തി, നമ്മുടെ പ്രവൃത്തി എന്താണോ അതിനനുസരിച്ചാണ് നമുക്ക് എന്ത് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ നല്ലപോലെ ഇപ്പം ഒരു എക്സാം എഴുതാൻ പോയാൽ ഞാൻ നല്ലതായിട്ട് അത് വർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 100 മാർക്കും കിട്ടലും അല്ലേ? അല്ലെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഒന്നും പഠിക്കാതെ ഉഴപ്പി നടന്നേച്ച് ഞാൻ വന്ന് പരീക്ഷ എഴുതിയാലോ ചിലപ്പോ 1 മാർക്ക് കിട്ടും, ചിലപ്പോ 0 മാർക്ക് ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ കിട്ടുന്നതാണല്ലോ പ്രഭു മാതാജി. എല്ലാവരുടെയും അവരവരുടെ ശ്രമത്തിന്റെ ഫലമായിട്ട് എല്ലാം കിട്ടുന്നു, ഓരോരുത്തർക്ക് ഓരോ തരത്തിൽ കിട്ടുന്നു. പിന്നെ എന്ത് വരും? നമ്മൾ നല്ലവരായിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്? ഭഗവാന്റെ കരുണയുണ്ട്. തത്തേന കമ്പാംസു സമീക്ഷമാണോ പുഞ്ചാനമേവാത്മകൃതം വിഭാഗം വിധതൻ നമസ്തേ ജീവേദയോ മുക്തിപദേ സദായ. ഞാൻ ചെയ്തു പോയി ഭഗവാനെ, കർമ്മങ്ങളൊക്കെ ഞാൻ അറിയാതെ ചെയ്തു പോയി, എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തു പോയത്. എന്നാണോ ഭഗവാന് കാരുണ്യമുണ്ടായി, എന്നാണോ എന്റെ തെറ്റുകൾ ക്ഷമിച്ചിട്ട്, എന്നാണോ എനിക്ക് ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നത്, ആ സമയത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അല്ലാതെ ഞാൻ ധൃതി വെക്കുന്നില്ല. എന്നെ എപ്പോഴാണോ അങ്ങ് വിളിക്കാൻ ഞാൻ കാത്തിരിക്കുന്ന ആ സമയത്ത്, ഭഗവാൻ എപ്പോഴാണോ കരുണ തോന്നി എന്നെ കൊണ്ടുപോകാൻ കഴിയുന്നത് ആ സമയത്തേക്ക് ഞാൻ കാത്തിരിക്കാൻ. ആ രീതിയിൽ ഇനിയും ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ചെയ്ത തെറ്റുകളായിട്ട് നിലനിർത്തുന്നു. അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്താണോ ഭഗവാൻ എന്നെ രക്ഷിക്കാൻ കരുണ തോന്നുന്നത് ആ സമയത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് ഭഗവാൻ അവസരം. അല്ലാതെ എനിക്കിത് വന്നു, ഞാൻ ചെയ്തിട്ട് കഴിഞ്ഞ ജന്മത്തെ കുറിച്ച് എനിക്ക് തരേണ്ട കാര്യം ഉണ്ടായിരുന്നു, എന്തിനാണ് കഴിഞ്ഞ ജന്മത്തെ അങ്ങനെ ചെയ്തത്, അത് ഓർമ്മിപ്പിച്ച് അത് ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെ ചോദ്യം ചെയ്യുന്നവരെ ഭഗവാൻ തിരിഞ്ഞു. അതാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ ജനിക്കാൻ കാരണമായി തീരുന്നത് എന്നുള്ളതാണ്.
അപ്പൊ അങ്ങനെ ആ ഒരിത്, അപ്പൊ ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ട്, ആ ഭഗവാനാൽ വധിക്കപ്പെടുന്നവർക്ക് അതെന്താണ്, അവര് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് അവർക്കുണ്ടാകുന്ന വ്യത്യാസം അഹങ്കാരമാണ്. ഭഗവാനെ അസൂയയുള്ളവരും ഭഗവാനോട് സദാ കോപമുള്ളവരും ഭഗവാന്റെ യഥാർത്ഥ നിത്യസ്വരൂപം ദർശിക്കുവാൻ അയോഗ്യരെന്ന് പത്മപുരാണം പ്രത്യേകം പറയുന്നു. അപ്പം ഭഗവാനെ മനസ്സുകൊണ്ട് മതിക്കുന്നവർക്ക് അദ്ദേഹം അശനിപാതം പോലെ അനുഭവപ്പെടുമെന്ന് ഭാഗവതത്തിലും വിശദമാക്കിയിട്ടുണ്ട്. അപ്പൊ ഭാഗവതം വായിക്കുമ്പോൾ നമുക്കറിയാം, ഭഗവാനെ എതിർക്കാൻ ചെല്ലുന്നവരെ ഭഗവാൻ അവസരങ്ങൾ പലതും കൊടുക്കും. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ്, ചേതി രാജാവായ ശിശുപാലനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ കസിൻ തന്നെയായിരുന്നു, അമ്മയുടെ അനിയത്തിന്റെ മകനായിരുന്നു. അദ്ദേഹം ജനിച്ച സമയത്ത് അല്പം എന്തൊക്കെ ഉണ്ടായിരുന്നു, അല്പമൊക്കെ ശരീരത്തിന് വിരൂപത ഉണ്ടായിരുന്നു. കൃഷ്ണൻ കാണാൻ ചെല്ലുന്ന സമയത്ത് മാത്രമേ വിരൂപത മാറുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കൃഷ്ണൻ അവിടെ കാണാൻ ചെല്ലുന്നു, അദ്ദേഹം ആ കാണാൻ ചെല്ലുന്നത് ആര് കാണാൻ വരുമ്പോൾ ആ വിരൂപത മാറുന്നോ ആ വ്യക്തി തന്നെ നിങ്ങൾക്ക് അന്ത്യത്തിന് കാരണമാകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ കാണാൻ വന്നപ്പോൾ, കൃഷ്ണൻ കാണാൻ വന്നപ്പോൾ ആ വിരൂപത മാറി കിട്ടിയപ്പോൾ അമ്മയ്ക്ക് ഭയമായി, കൃഷ്ണന്റെ കുഞ്ഞമ്മയാ, ഭയമായി. എന്തേ, ഈവനാണല്ലോ എന്റെ മകനെ കൊല്ലാൻ പോകുന്നു. ഉടനെ കൃഷ്ണനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു, കൃഷ്ണനെ കൊണ്ട് പറയിപ്പിച്ചു, കൃഷ്ണ, എന്റെ മകനെ നീ എത്രമാത്രം സംരക്ഷിക്കാമോ അത്രയും സംരക്ഷിക്കണം, നീ എത്രമാത്രം ഇവൻ തെറ്റ് ചെയ്താലും നീ അവനോട് ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, 100 തെറ്റ് വരെ ഞാൻ സഹിക്കും, 101ാമത്തെ തെറ്റിന് ഞാൻ അവനെ. അങ്ങനെയാണ് എവിടെ വെച്ച്, രാജസൂയത്തിൽ വെച്ച് 101ാമത്തെ തെറ്റ്, കൃഷ്ണനെ അങ്ങേയറ്റം അവമാനിക്കുന്നു, കൃഷ്ണനെയും ഭഗവാനെയും എല്ലാവരെയും അങ്ങേയറ്റം അവമാനിക്കുന്ന അവസരത്തിൽ വെച്ച്, അവിടെ വെച്ച് ആ കണ്ണഞ്ചിപ്പിക്കുന്ന ബ്രഹ്മജ്യോതിസ്, ഓർമ്മയുണ്ടല്ലോ ഞാൻ ബ്രഹ്മജ്യോതിസിനെ കുറിച്ച് പറഞ്ഞത്, ആ ബ്രഹ്മജ്യോതിസ് കാട്ടി അദ്ദേഹത്തെ ബ്രഹ്മജ്യോതിസ് വഴി എന്ത് ചെയ്തു, അദ്ദേഹം കൃഷ്ണരൂപത്തിൽ ആ കൃഷ്ണനെ ദർശിക്കാൻ കഴിയാതെ ബ്രഹ്മജ്യോതിസ് വഴി അദ്ദേഹം ശിശുപാലനെ വധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം കൃഷ്ണജ്യോതിസ് കൊണ്ട്, കൃഷ്ണൻ ഇരിക്കുന്നു, പക്ഷെ ആ ബ്രഹ്മജ്യോതിസാണ് പ്രകടമായത്, കൃഷ്ണനെ കാണാനേ കഴിയാതെ വന്നു. ആ ഒരു രൂപത്തിൽ എന്ത് ചെയ്തു, അശനിപാതമായിട്ട് അവിടെ നിന്ന് ഭഗവാൻ ശിശുപാലനെ വധിക്കുന്നു. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്, ഭഗവാൻ ഏതെല്ലാം വിധത്തിലാണ് കംസന്റെ, ഇനിയിപ്പോ സമയമല്ല പറയാൻ, ആ കംസന്റെ കൊട്ടാരത്തിൽ വെച്ച് കംസന്റെ കൊട്ടാരത്തിൽ കൃഷ്ണൻ വരുന്നത് ഓരോരുത്തരും കാണുന്നത്, അവിടെ ഇരുന്നവരും അമ്മമാര് കണ്ടത്, സ്ത്രീകൾ കാണുന്നത്, അത് ഓരോരുത്തരും കാണുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു രീതി, ഏത് പരിസ്ഥിതിയിലും ഭഗവാനെ പരാജയപ്പെടുത്താൻ നോക്കുന്നവർക്ക് അവസരങ്ങൾ വിഭത്സ രൂപമായിട്ടും ഭഗവാൻ അവരുടെ മുമ്പിൽ ദർശിപ്പിക്കപ്പെടും. നല്ല രൂപമായിട്ട് വരും, ഭക്തന്മാരുടെ മുമ്പിൽ വളരെ നല്ല രൂപമായിട്ടും. അതുപോലെ നമ്മുടെ മനസ്സിൽ, അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണ്, ആ വിഭത്സ രൂപമായിട്ടും ഭഗവാൻ വരും എന്നാണ് കാണിക്കുന്നത്. അപ്പം ജാലവിദ്യക്കാരൻ കാണിക്കുന്നത് പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഭഗവാന് ഭൗതിക ശരീരം ഇല്ലാത്തതിനാൽ അദ്ദേഹത്തെ വധിക്കാനും കഴിയില്ല, അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ശരീരത്തെ മാറ്റാനും കഴിയില്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്താണ്, സപ്ത ഋഷികളാണെങ്കിലും അതുപോലെ ബ്രഹ്മ ഋഷികളാണെങ്കിലും നമുക്കിതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. സപ്ത ഋഷികൾ ആരൊക്കെയാണ്? അത്രി, വിശ്വാമിത്രൻ, ജമദഗ്നി, കശ്യപൻ, വസിഷ്ഠൻ, ഇല്ലേ, അങ്കിരസ്, മരീചി, ഇവരൊക്കെ ബ്രഹ്മപുത്രന്മാരാണ്. ഇവരൊക്കെയും ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നെ നമ്മളത് വായിച്ചെടുക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇന്ന് പഠിച്ചത് നാളത്തേക്ക് മറന്നു പോകുന്നു. ഹരേ കൃഷ്ണ. സമയമായി, നമുക്കിവിടെ നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എന്തെങ്കിലും ആർക്കെങ്കിലും ഹരീഷ് മാതാജി, ഈ ശിശുപാലനില്ലേ കൃഷ്ണന്റെ കസിനല്ലേ? അതെ, അതല്ലേ ഞാൻ പറഞ്ഞത്, കുഞ്ഞമ്മയുടെ മകനായിരുന്നു. കുഞ്ഞമ്മയുടെ മകൻ. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ. ഹരേ കൃഷ്ണ മാതാജിയെ. മത്സ്യാവതാരം ഒന്ന് വേദം എടുക്കാൻ രണ്ടാമത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ചാക്ഷുഷ മന്വന്തരത്തിലെ സത്യവ്രത മഹാരാജാവിന് കരുണ നൽകുന്നതിന് വേണ്ടി. സത്യവ്രത മഹാരാജാവ്. ശരി. ഹരേ കൃഷ്ണ. അതുപോലെ വരാഹവും 2 എടുത്തിട്ടെന്ന് പറഞ്ഞു മാതാജി. അത് വരാഹവും 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ചാക്ഷുഷ മന്വന്തരത്തിലും അതുപോലെ സ്വയംഭവ മന്വന്തരത്തിലും 2 എടുത്തിട്ടുണ്ട്. ശരി. 2 മന്വന്തരത്തിൽ. ഭൂമി താണുപോയപ്പോഴും ഒന്ന്, പിന്നെ ഹിരണ്യാക്ഷനെ വധിക്കുന്നതിന് വേണ്ടി.
നീലവരാഹവും ശ്വേതവരാഹവും. ഓക്കെ പ്രഭു, ഹരേ കൃഷ്ണ. സമയം കഴിഞ്ഞു. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഇല്ലല്ലോ? നമുക്ക് നിർത്താം. സത്യത്തിൽ ഇനിയും വരുന്ന ക്ലാസ്സിലെങ്കിലും നമ്മളെ 1:15:35 വരെ തീർത്തു എന്നുള്ളത് മനസ്സിലാക്കി. 36 ഇനി എടുക്കാനുള്ളത്. അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചിട്ടെങ്കിലും ഭഗവാൻ വരിക. ഭഗവാൻ എപ്പോഴും പ്രത്യക്ഷപ്പെടുമല്ലോ മാതാജി. മങ്ങാട്ടച്ഛനായിട്ടൊക്കെ വന്നില്ലേ നമ്മുടെ ഈ യുഗത്തിൽ തന്നെ? ഭഗവാൻ ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിൽ തന്നെയും ഭഗവാനെ പ്രത്യക്ഷപ്പെടുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്? അത് നമ്മള് പരിശ്രമിക്കുന്നില്ല. അത് തന്നെ പരിശ്രമിക്കുന്നില്ല. അവൻ അത് നമ്മൾ പരിശ്രമിച്ചാൽ അറിയാനേ പറ്റത്തില്ല. ഭഗവാന്റെ കാരുണ്യം വേണം. പക്ഷെ നമ്മുടെ മനസ്സ് നല്ലതാക്കണം. നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധ മനസ്സായി നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ ആ ശുദ്ധ മനസ്സാക്കിയാൽ നമ്മുടെ ശ്രദ്ധ എന്തൊക്കെയാണ് നമ്മള് പഠിച്ചതാണ്. എന്തൊക്കെയാ? സത്ത, സാധു, സംഘാപന ക്രിയ, ആ വക കാര്യങ്ങളൊക്കെ നമ്മള് പ്രത്യേകം ശ്രദ്ധിച്ചാൽ അഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത എന്നുള്ളതിൽ നിന്ന് ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നുള്ളത്. ഹരേ കൃഷ്ണ മാതാജി. പ്രത്യേകിച്ച് നമ്മള് അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു എന്താണ് ഒരു കറക്റ്റ്നെസ് നമ്മളിൽ ഉണ്ടാക്കണം. ഞാൻ ഇതാണ് ചെയ്യുന്നത്, ഞാൻ പഠിക്കുന്ന ഭാഗമാണ്, ഞാൻ അല്ലെങ്കിൽ കേൾക്കുന്ന ഇതാണ്, ഞാൻ അത് ഇന്നത്തേക്ക് കേട്ട് നാളത്തേക്ക് മറക്കാനുള്ളതല്ല എന്നുള്ള ഒരു കാര്യമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകും. ഇതെന്ന് ഭാഗവതം എന്ന് പറയുന്ന വേറെ ഒരു ഇതല്ല, അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഇല്ലേ? കൃഷ്ണ മാതാജി, പിന്നെ നമ്മളെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തില് ചെലപ്പം ഈ കാൽ രണ്ടും പിണച്ചു നിന്ന് തൊഴുന്നോണ്ട് ദോഷമുണ്ടാ? മാതാജി, നമ്മള് സാധാരണ രീതിയിൽ അങ്ങ് നിന്ന് തൊഴുതാ പോലെ മതിയോ? അതുപോലെ കൃഷ്ണ ക്ഷേത്രത്തില് ചില സ്ത്രീകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ നിന്ന് തൊഴുന്നുണ്ട്. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല മാതാജി. അങ്ങനെ നമ്മൾക്ക് ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ കാലോ നമ്മുടെ കയ്യോ ഒന്നും നമ്മൾ പിന്നെ ഓർക്കരുത്. ആ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ കൃഷ്ണനെ കുറിച്ചേ നമ്മൾ പിന്നെ ചിന്തിക്കാവൂ. അത് എങ്ങനെയെങ്കിലും ഭഗവാനെ ആ ഒരു ഭഗവാന്റെ രൂപത്തിലേക്ക് നമ്മുടെ അപ്പൊ നമ്മൾ കാല് വിളക്കിയോ കൈ വിളക്കിയോ ഇതൊന്നും നമ്മൾ ചിന്തിക്കാനല്ല നമ്മൾ ഭഗവാന്റെ കൂടത്തിൽ പോകുന്നത്. അവിടെ പോകുന്നത് എന്തിനാണ്? ഭഗവാനെ കാണാനാണ്. ആ ഭഗവത് രൂപം മനസ്സിലേക്ക്, ആ ഒരു രൂപത്തെ മനസ്സിലേക്ക് എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് ഭഗവാനിലേക്ക് നമ്മൾ എത്രമാത്രം ഭഗവാനിൽ എങ്ങനെ നമുക്ക് ഭഗവാനെ ചിന്തിക്കാമോ ആ രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. അറിയുന്ന രീതിയിൽ, അറിയാവുന്ന രീതിയിൽ. അവിടെ നമുക്ക് മറ്റൊന്നും നോക്കേണ്ട കാര്യം. ഹരേ കൃഷ്ണ മാതാജി. ഇപ്പൊ നമ്മളിലും ഉണ്ടല്ലോ സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതജ്ഞാനം അപോഹനം ച. ഭഗവാനല്ലേ ഇതെല്ലാം. ഹരേ കൃഷ്ണ. നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. മാതാജി പ്രണാമം. മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഗോവിന്ദരാജ് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. റെക്കോർഡ് ഓഫ് ചെയ്തില്ല പ്രഭു.